നമസ്കാരം. അതിവിടയം അല്ലെങ്കിൽ വത്സനാഭിയെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സപ്തവിഷങ്ങളിൽ ഒന്നായിട്ടാണ് ആയുർവേദം വത്സനാഭിയെ കണക്കാക്കുന്നത്. വിഷം പലപ്പോഴും ഔഷധമായും, ഔഷധം വിഷമായും, വിഷം അമൃതായും, അമൃത് വിഷമായും രൂപാന്തരപ്പെടുന്നത് വൈദ്യശാസ്ത്രത്തിൽ മാത്രമുള്ള ഒരു കാര്യമാണ്. ഈ വിരോധാഭാസങ്ങൾക്ക് ഉത്തമ ഉദാഹരണമാണ് അതിവിടയം. ശുദ്ധി ചെയ്ത് നിയന്ത്രിതമായ മാത്രയിൽ ഈ ഔഷധം ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി, നാട്ടുവൈദ്യം എന്നിവയിലെല്ലാം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. വത്സനാഭിയെ അതിന് സമാനമായ മറ്റു ജനുസുകളിൽ നിന്ന് തിരിച്ചറിയുക വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ്. വത്സനാഭി യഥാർത്ഥത്തിൽ ഏത് സസ്യമാണെന്നതിലും തർക്കം നിലനിൽക്കുന്നുണ്ട്. എങ്കിലും പൊതുവെ അംഗീകരിക്കപ്പെട്ടതിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. റൺഗുലേസി കുടുംബത്തിലെ അക്കോണിറ്റം ജനുസിൽ ഫെറോക്സ് എന്ന ഇനമാണ് അതിവിടയം. ഇതിന്റെ ശാസ്ത്രീയ നാമം അക്കോണിറ്റം ഫെറോക്സ് എന്നുള്ളതാണ്. അതുകൂടാതെ അക്കോണിറ്റം ഹെറ്ററോഫില്ലം, അക്കോണിറ്റം ഈറ്റിസ്, അക്കോണിറ്റം കോർഡാറ്റം, അക്കോണിറ്റം ഒവാട്ടം, അക്കോണിറ്റം പെറ്റിലറെ, അക്കോണിറ്റം ഫാൾക്കണറി എന്നിങ്ങനെയുള്ള പേരുകൾ ഇതിന് പര്യായമായിട്ടോ ഇതിനോട് സാമ്യമുള്ള സസ്യങ്ങൾക്കോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മലയാളത്തിൽ ഇതിനെ അതിവിടയം, വത്സനാഭി, വത്സനാഗം എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. നാഗത്തിന്റെ വിഷത്തോട് സമാനമായതിനാൽ വത്സനാഗം അഥവാ വത്സനാഭി എന്ന പേര് ലഭിച്ചത്. ഇംഗ്ലീഷിൽ ഇതിനെ ഇന്ത്യൻ അക്കോണൈറ്റ് എന്നും മോങ്സ് ഹുഡ് എന്നും വിളിക്കാറുണ്ട്. ഗ്രീക്ക് ഭാഷയിൽ അമ്പ് എന്ന അർത്ഥമുള്ള അക്കോണിച്ച് എന്ന പദത്തിൽ നിന്നുണ്ടായതാണ് അക്കോണൈറ്റ് എന്ന പേര്. ശരങ്ങളുടെ അഗ്രഭാഗത്ത് ഇതിന്റെ കറ പുരട്ടി മാരകമായ ആയുധമാക്കി പണ്ട് കാലത്ത് യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്നു. സംസ്കൃതത്തിൽ ഇതിനെ അതിവിഷ, കാശ്മീര, പ്രതിവിഷ, അരണ്യ, ശൃംഗിയ, മഹൌഷധ, വിഷരൂപ, അമൃത, വത്സനാഭ എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. കാശ്മീരിൽ ധാരാളമായി കാണപ്പെടുന്നതുകൊണ്ടാണ് ഇതിന് കാശ്മീര എന്ന പേരുണ്ടായത്. ഹിന്ദിയിലെ ഇതിനെ മീട്ടാവിഷ്, ബെജ്നാഖ്, അതിസ്, അതിച്ചോ എന്നൊക്കെ വിളിക്കാറുണ്ട്. തമിഴ് ഭാഷയിലെ ഇതിനെ അതിവിടയം, വസനവി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. തെലുങ്ക് ഭാഷയിലെ ഇതിനെ അതിവിഷ, അതിവസ, വസനഭി എന്നൊക്കെ അറിയപ്പെടുന്നു. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ഉത്തരാർദ്ധഗോളത്തിലെ തണുപ്പും ഈർപ്പവുമുള്ള പർവ്വത മേഖലകളിൽ ഇവ സുലഭമായി വളരുന്നുണ്ട്. ഹിമാലയത്തിലും വിശേഷിച്ച് കാശ്മീരിലും സിംലയിലും ഇത് ധാരാളമായി കണ്ടുവരുന്നു. കൂടാതെ പഞ്ചാബ്, സിക്കിം, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലുമുണ്ട്. നീല അതിവിടയം ഛത്തീസ്ഗഡിൽ ധാരാളമായിട്ടുണ്ട്. കേരളത്തിൽ അപൂർവമായി വയനാട്ടിലും മൂന്നാറിലും കാണപ്പെടുന്നു. രൂപകരണം നോക്കാം. 1/2 മീറ്റർ മുതൽ 1 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു കുറ്റിച്ചെടിയാണ് അതിവിടയം. തടിവണ്ണം കുറഞ്ഞു കാണപ്പെടുന്നു. ശാഖകൾ താഴെ മുതൽ ഉണ്ടാകാറുണ്ട്. ഇതിന്റെ ഇലകൾ അണ്ഡാകാരത്തിൽ അല്പം തടിച്ചവയായി കാണപ്പെടുന്നു. പൂക്കൾ കൂടുതലായും കടു നീല നിറത്തിലോ പച്ച കലർന്ന നീല നിറത്തിലോ ആണ് കാണപ്പെടുന്നത്. എങ്കിലും മഞ്ഞ, വെള്ള, ചുമല എന്നീ നിറത്തിലും പൂക്കൾ ഉണ്ടാകുന്ന അതിവിടയങ്ങളുണ്ട്. അറ്റം കൂർത്തിരിക്കുന്ന കട്ടിയുള്ള തോടിനകത്തായി വിത്തുകൾ ഉണ്ടാകുന്നു. വേരുകൾ കിഴങ്ങു രൂപത്തിൽ ലംബത്തിലായി വളരുന്നു. പുറന്തൊലിക്ക് വെള്ള നിറമാണ്. ഉൾഭാഗം മൃദുവായിരിക്കും. വേരുകളിൽ നിന്നും വിത്തുകളിൽ നിന്നും പുതിയ തലമുറ ഉണ്ടാകും. ഇനങ്ങളെ നോക്കാം. പൂക്കളുടെ നിറങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിവിടയത്തെ 4ആയി തിരിച്ചിട്ടുണ്ട്. നീല, മഞ്ഞ, വെള്ള, ചുമല എന്നിവയാണവ. നീല അഥവാ കറുപ്പ് നിറമുള്ളതിനെ കൃഷ്ണ എന്ന് വിളിക്കാറുണ്ട്. ഗുണത്തിൽ ഇവയെല്ലാം തുല്യമായിട്ടാണ് പറയപ്പെടുന്നത്. ഇന്ത്യൻ അതിവിടയം എന്ന് വ്യവസായികമായി അറിയപ്പെടുന്ന ഇനം 2-3 ഇനങ്ങളുടെ സങ്കര ഇനമാണ്. അതിൽ വിഷാംശം അധികമുള്ളത് കൃഷ്ണ അതിവിടയത്തിലാണ്. കാണപ്പെടുന്ന പൊതുഉപയോഗങ്ങളെ നോക്കാം. മനോഹരമായ പുഷ്പങ്ങളും ഇലകളുമുള്ള അതിവിടയത്തെ അലങ്കാര ചെടിയായി വളർത്താറുണ്ട്. ചെടി പിഴിഞ്ഞെടുക്കുന്ന ചാർ പണ്ട് മുതലേ വിവിധ വിഷ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു. പണ്ട് ഇന്ത്യ, ഫ്രാൻസ്, ചൈന എന്നീ രാജ്യങ്ങളിൽ യുദ്ധത്തിലും നായാട്ടിലുമൊക്കെ അമ്പുകളുടെ മുനയിൽ ഈ ചെടിയുടെ നീര് വിഷം പിടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. അതിവിടയം തിളപ്പിച്ച് അതിന്റെ കട്ട് കളഞ്ഞ് പച്ചക്കറിയായി വളരെ ചുരുക്കം ചില ആദിവാസികൾ ഉപയോഗിക്കാറുണ്ട്. രാസഘടകങ്ങളെ നോക്കാം. ടാനിക് അമ്ലം, ഹെസ്റ്റിഡിൻ, ഹെറ്ററോഫില്ലിസിൻ, ഹെറ്ററോഫിലിൻ, അക്കോണിറ്റിൻ എന്നീ ആൽക്കലോയിഡുകൾ അതിവിടയത്തിലുണ്ട്. അക്കോണിറ്റിൻ എന്ന വിഷമുള്ള ക്ഷാരകൽപ്പം മുഖ്യമായും സംഭരിക്കപ്പെട്ടിരിക്കുന്നത് വത്സനാഭിയുടെ വേരിലാണ്. ഔഷധ മൂല്യത്തെ നോക്കാം. അതിവിടയത്തിന്റെ കിഴങ്ങാണ് പ്രധാനമായും ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത്. അതിസാരം, കഫം,
പിത്തം, ആമദോഷം, അഗ്നിമാന്യം, അർശസ്, വിര, പനി, മൂത്രസംബന്ധമായ അസുഖങ്ങൾ, യകൃവികാരം, ഹൃദ്രോഗം, അതിരക്തമർദ്ദം, കഠിന ജ്വരങ്ങള്, വിഷം, കാസം, വമി, കൃമിരോഗങ്ങള്, ബാലരോഗങ്ങള്, ഛർദി, ചുമ, ദദ്രു, കുഷ്ഠം എന്നിവ ശമിപ്പിക്കുന്നതാണ്. കരളിന്റെ പ്രവർത്തനവും ലൈംഗിക ശേഷിയും ദഹനവും ഉത്തേജിപ്പിക്കുന്നതാണ്. അതിവിടെയും ഒരു ലോക്കൽ അനസ്തറ്റിക് ആയിട്ട് പ്രവർത്തിക്കാവുന്നതാണ്. ഗുൽഗുലു, തിക്തകം തുടങ്ങിയ വളരെ പ്രചാരമുള്ള ഔഷധയോഗങ്ങളിലും മഹാരാസനന്ത്രി കഷായത്തിലും അതിവിടയം ചേർക്കാറുണ്ട്. അക്കോണൈറ്റ് നാപ്പെല്ലസ് എന്ന ഹോമിയോ മരുന്ന് അതിവിടയത്തിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. ഇതിന്റെ ഔഷധ പ്രയോഗങ്ങളെ നോക്കാം. ഒന്ന്, അതിവിടയം അകത്തു ചെന്നാൽ അതിസാരം പുറത്ത് എന്നൊരു ചൊല്ലുണ്ട്. അതിവിടയത്തിന്റെ ഗുണം പ്രകടമാക്കുന്ന ഒരു നാടൻ പ്രയോഗമാണിത്. അതിവിടയത്തിന്റെ ശുദ്ധി ചെയ്ത കിഴങ്ങ് ഉണക്കിപ്പൊടിച്ച പൊടി 0.4 ഗ്രാം വീതം ദിവസം 3 നേരം എന്ന കണക്ക് കുറെ ദിവസങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതിസാരം, ആമാതിസാരം, ജ്വരാതിസാരം എന്നിവ ശമിക്കുന്നതാണ്. 2, അതിവിടയം ശുദ്ധി ചെയ്ത് പൊടിച്ച് മുത്തങ്ങ കഷായത്തിൽ സേവിച്ചു കഴിഞ്ഞാൽ അതിസാരം ശമിക്കുന്നതാണ്. 3, ശുദ്ധി ചെയ്ത അതിവിടയം, തിപ്പലി, മുത്തങ്ങ ഇവ സമം ചേർത്ത് പൊടിച്ച പൊടി 0.4 ഗ്രാം വീതം ദിവസം 3 നേരം എന്ന കണക്കിൽ കൊടുത്താൽ കുട്ടികൾക്കുണ്ടാകുന്ന ദഹനക്കേട്, അതിസാരം, ജ്വരം എന്നിവ മാറിക്കിട്ടും. 4, ശുദ്ധി ചെയ്ത അതിവിടയം, വയമ്പ്, മുത്തങ്ങ, ദേവതാരം ഇവ കൊണ്ടുള്ള കഷായം പഴക്കം ചെന്ന അതിസാരത്തിനും നല്ലതാണ്. 5, കുട്ടികൾക്കുണ്ടാകുന്ന ചുമ, ശ്വാസവൈഷമ്യം എന്നീ രോഗങ്ങളിൽ ശുദ്ധി ചെയ്ത അതിവിടയപ്പൊടി 0.5 ഗ്രാം വീതം തേനിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. 6, ശുദ്ധി ചെയ്ത അതിവിടയപ്പൊടി 0.5 ഗ്രാം വീതം തേൻ ചേർത്ത് സേവിച്ചാൽ കുഞ്ഞുങ്ങളുടെ അഗ്നിമാന്യം ശമിക്കുന്നതാണ്. 7, ശുദ്ധി ചെയ്ത അതിവിടയവും തിപ്പലിയും മുത്തങ്ങയും സമം പൊടിച്ച് 0.4 ഗ്രാം വീതം 3 നേരം സേവിച്ചാൽ കുട്ടികളിലെ അഗ്നിമാന്യം ശമിക്കും. മുതിർന്നവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. 8, ശുദ്ധി ചെയ്ത അതിവിടയം തേൻ ചേർത്ത് സേവിച്ചാൽ എലിവിഷം ശമിക്കുന്നതാണ്. 9, അതിവിടയത്തിന്റെ ശുദ്ധി ചെയ്ത കിഴങ്ങ് ഉണക്കിപ്പൊടിച്ച പൊടി പച്ചവെള്ളത്തിൽ പതിവായി കഴിച്ചാൽ അതിസ്ഥവല്യം, ദുർമേധസ് എന്നിവ മാറിക്കിട്ടതാണ്. 10, വാളംപുളിയുടെ ഇല കഷായം വെച്ച് മുതിർന്നവർക്ക് 30 മില്ലിയും കുട്ടികൾക്ക് 15 മില്ലിയും എടുത്ത് അതിൽ നറുനെയ്യും തേനും നല്ലെണ്ണയും ഓരോ സ്പൂൺ മലർപ്പൊടിയും നെല്ലിക്കാപ്പൊടിയും ശുദ്ധി ചെയ്ത അതിവിടയപ്പൊടിയും ചേർത്ത് രോഗാനുസരണം 1, 2, 3 ആഴ്ച സേവിച്ചാൽ ശക്തമായ ആസ്മയും അലർജിയും ശമിക്കുന്നതാണ്. പാല്, പഞ്ചസാര, ബേക്കറി, മത്സ്യം, മാംസം, മുട്ട എന്നിവ പൂർണ്ണമായും മരുന്ന് കഴിക്കുമ്പോൾ ഉപേക്ഷിക്കേണ്ട. 11, സ്ഥൂലാന്ത്രഭാഗം അതായത് അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന അസുഖത്തിന് അതിവിടയം 30 ഗ്രാം, ചുക്ക് 20 ഗ്രാം, കുടപ്പാലത്തൊലി 10 ഗ്രാം എന്നീ തോതിലെടുത്ത് ഇടങ്ങഴി വെള്ളത്തിൽ കഷായം വെച്ച് നാഴിയാക്കി വറ്റിച്ച് ഒരു വീതം 2 നേരം 3 മാസം കഴിച്ചാൽ കുറവുണ്ടാകുന്നതാണ്. 12, പുളിയാരില നീരില് സമം മോരും മലർപ്പൊടിയും അതിവിടയപ്പൊടിയും ചേർത്ത് സേവിച്ചാൽ ദഹനം വർദ്ധിക്കും, അതിസാരം ശമിക്കും, സ്ഥൂലാന്ത്രഭാഗത്തിനും നല്ലതാണ്. 13, അസാധ്യമായ രക്താതിസാരത്തിൽ കൂവളത്തിന്റെ വേരും മുത്തങ്ങാക്കിഴങ്ങും അതിവിടയവും കുടകപ്പാലയരിയും വലിയ തിപ്പലി വേരും ചെറുതിപ്പലിയും ചുക്കും കാട്ടുതിപ്പലി വേരും ഇരുവേലിയും മൂവില വേരും സമം ചേർത്ത് കഷായമുണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ഫലപ്രദമാണ്. 14, രക്തത്തോടും കഫത്തോടും വേദനയോടും കൂടിയുള്ള അതിസാരത്തിന് ചുക്കും മുക്കുറ്റിയും അതിവിടയവും ശുദ്ധി ചെയ്ത കൊടിവേലിക്കിഴങ്ങും കൂവളത്തിന്റെ വേരും പാടക്കിഴങ്ങും ചെറുതിപ്പലിയും കുടകപ്പാലയരിയും അയമോദവും കൂടി കഷായം വെച്ച് കൊടുക്കുന്നത് വളരെ ഫലപ്രദമാണ്. 15, 30 ഗ്രാം അതിവിടയം, 20 ഗ്രാം ചുക്ക്, 10 ഗ്രാം കുടകപ്പാലത്തൊലി ഇവ കഷായം വെച്ച് സേവിച്ചാൽ വൻകുടലിലെ അൾസർ ശമിക്കുന്നതാണ്. 16, അതിവിടയം, വയമ്പ്, മുത്തങ്ങ, ദേവതാരം, ചുക്ക് ഇവയുടെ കഷായം വിദഗ്ധ വൈദ്യന്റെ മേൽനോട്ടത്തിൽ സേവിച്ചാൽ വൻകുടലിലെ അസുഖമായ സ്ഥൂലാന്ത്രഭാഗം പഴകി അർബുദമായ സമവായ അവസ്ഥയിലായാലും ശമനം കിട്ടുന്നതാണ്. ദഹിക്കാതെ മലം പോകുന്ന അവസ്ഥയായ ആമദോഷം എന്ന രോഗത്തിലും ഈ കഷായം നല്ലതാണ്. ചരിത്രപരമായ കാര്യങ്ങളെ നോക്കാം. പാശ്ചാത്യ നാട്ടിലെ ആന്റൺ സ്റ്റോർക്ക് എന്ന ആളാണ് അതിവിടയ ചെടിയിലെ
മൊത്തം ആൽക്കലോയിഡിന്റെ ഔഷധ പ്രയോജനം ആദ്യമായി മനസ്സിലാക്കിയത്. വാദസംബന്ധവും ഞരമ്പ് സംബന്ധവുമായ വേദനകൾക്ക് ഇത് ഔഷധമാക്കാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എന്നാൽ ഇതിന്റെ ശാരീരിക ക്രിയാത്മക പ്രവർത്തനം കൃത്യമായി ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് 1929-ലാണ്. ശുദ്ധിയും ശ്രദ്ധയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം. അതിവിടയത്തിന്റെ കിഴങ്ങ് വളരെ വിഷമുള്ളതാണ്. അത് ശുദ്ധി ചെയ്ത് മാത്രമേ ഉപയോഗിക്കാവൂ. അതിവിടയം ഒരു രാത്രി ഗോമൂത്രത്തിലിട്ട് വെച്ച ശേഷം ഉണക്കി പൊടിച്ചാല് വിഷദോഷം ശമിക്കുന്നതാണ്. ചാണകവെള്ളത്തിന്റെ ആവിയിൽ പുഴുങ്ങിയാലും അതിവിടയം ശുദ്ധമാകുന്നതാണ്. ഗർഭിണികൾക്ക് അതിവിടയം കൊടുക്കാൻ പാടുള്ളതല്ല. പാർശ്വഫലങ്ങളെ നോക്കാം. വത്സനാഭി അഥവാ അതിവിടയം ശുദ്ധീകരിക്കാതെ ഉപയോഗിച്ചാല് നാക്കിൽ ചുളുക്കുത്ത്, ദേഹം വിയർക്കല്, വായിൽ ഉമിനീർ ഒഴുക്കല് എന്നിങ്ങനെ ലക്ഷണത്തോടു കൂടിയുള്ള വിഷബാധ ഉണ്ടാകും. സമർത്ഥമായ പൂർണ്ണമായ മരുന്ന് ഒരുപക്ഷെ കിട്ടിയെന്ന് വരില്ല. അതിവിടയത്തിന്റെ വിഷബാധയ്ക്ക് ടാനിക് അമ്ലം, അഡോപ്പിൻ സ്പിരിറ്റ്, അമോണിയം തുടങ്ങിയ ഉത്തേജക ഔഷധങ്ങൾ മണപ്പിക്കുകയും വിരേചന ഔഷധങ്ങൾ കൊടുത്ത് വയറിളക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. ആവശ്യമെങ്കിൽ കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കുന്നതാണ്. ദേഹം തിരുമ്മി ചൂടാക്കുന്നത് നല്ലതാണ്. അതിനുശേഷം കുരുമുളക് കഷായമോ തിപ്പലി കഷായമോ കൊടുക്കുന്നത് നല്ലതാണ്. മായത്തെ നോക്കാം. സാക്ഷാൽ അതിവിടയം ലഭിക്കാനായിട്ട് പ്രയാസമുള്ളപ്പോൾ പകരം മുത്തങ്ങാക്കിഴങ്ങ് പ്രയോഗിക്കാമെന്ന് പലരും പറയാറുണ്ടെങ്കിലും ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കില്ല. നല്ല അതിവിടയത്തിന് ഇന്ന് മാർക്കറ്റിൽ ഏതാണ്ട് 10,000-ന് മുകളിൽ വില വരും. വിലയും ഗുണവും കുറവുള്ള പേച്ചി വിടയം എന്ന ഒരു വസ്തു അതിവിടയത്തിന്റെ പകരമായി ഉപയോഗിച്ചു വരാറുണ്ട്. അതിവിടയം 1 ഇഞ്ചിൽ താഴെ നീളവും പൊടിച്ചാൽ എളുപ്പം പൊടിയുന്നതും 100 അധികമുള്ളതും പുറം തൊടുത്ത് മിനുത്തതും ആയിരിക്കും. പിച്ചിവിടയം ചുളിഞ്ഞ് മിനുസമില്ലാത്തതും ചെറുതും പൊടിക്കാൻ വിഷമമുള്ളതും 100 കുറവുള്ളതും അല്പം കറുപ്പ് കലർന്ന നിറമുള്ളതുമായിരിക്കും. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു. ഇതിൽ പറഞ്ഞ ഔഷധ പ്രയോഗങ്ങൾ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഈ മരുന്നിന്റെ കാര്യത്തിൽ വിഷമുള്ളതുകൊണ്ട് വിദഗ്ധനായ വൈദ്യന്റെ മേൽനോട്ടത്തിൽ തന്നെ വേണം ചെയ്യാൻ. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട് എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.